അനവധി കഥാപാത്രങ്ങൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ട് സലിം കുമാർ മടങ്ങുമ്പോൾ ഈ അതുല്യ നടൻ ചെയ്ത കോമഡി വേഷങ്ങളോടൊപ്പം അദ്ദേഹം നമ്മുടെ കണ്ണുകൾ നനയിച്ച ഒരുപിടി കഥാപാത്രങ്ങൾ കൂടി നാം അനുസ്മരിക്കേണ്ടതുണ്ട്. കോമഡി വേഷങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞുവെച്ച പലവിധ ഹാസ്യ സംഭാഷണങ്ങൾക്ക് എന്നും പ്രസക്തമായ രീതിയിൽ പ്രചാരമുണ്ട്. സാധാരണ ജനത്തിന്റെ ദൈനംദിന സംഭാഷണങ്ങളിലും മീമുകളായും ട്രോളുകളായും അവയൊക്കെ നിത്യഹരിതമാക്കി വെച്ചിട്ടാണ് സലിം കുമാർ വിട വാങ്ങുന്നത്. കോമഡിക്കും തഗ് ലെവലിലുള്ള കൗണ്ടറുകൾക്കുമൊക്കെ അപ്പുറം മനുഷ്യ മനസാക്ഷിയെ കണ്ണീരണിയിച്ച് ഇരുത്തി ചിന്തിപ്പിച്ച അനവധി റോളുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവയിൽ ചിലതൊക്കെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട് എന്നത് സലിം കുമാർ എന്ന കലാകാരന്റെ അഭിനയ പാടവം അടിവരയിടുകയാണ്. സ്വന്തം മകളുടെ യാതനകൾക്ക് സാക്ഷിയാകുന്ന അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവൽ എന്ന അച്ഛനെ സലിം കുമാറിനെ സംവിധായകൻ ലാൽ ജോസ് ഏൽപ്പിക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല ഇത്രയും ഉള്ളുവിങ്ങുന്ന പ്രകടനം ആ നടൻ കാഴ്ചവെക്കുമെന്ന്. സംവിധായകനും തിരക്കഥാകൃത്തും പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് തന്റെ നടന ചാതുരി കൊണ്ട് എത്തിക്കാനായത് സലിം കുമാറിന്റെ അഭിനയ ജീവിതത്തിലെ വലിയ മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ഈ പ്രകടനത്തിലൂടെ സലിം കുമാർ നേടിയപ്പോൾ ഹർഷാരവം മുഴക്കിയാണ് മലയാളികൾ അന്ന് ആഘോഷിച്ചത്. പിന്നീട് സലീം അഹമ്മദ് ചിത്രമായ ആദാമിന്റെ മകൻ അബുവിൽ സലിം കുമാർ നടത്തിയ പകർനാട്ടം അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തതും നാം കണ്ടു. ഇതുകൂടാതെ പെരുമഴക്കാലത്തിലെ ആമു ഇളയപ്പനും പത്തേമാരിയിലെ ഗോവിന്ദനുമെല്ലാം സലിം കുമാർ വെള്ളിത്തിരയിൽ ഞെട്ടിച്ച വേഷങ്ങളാണ്. ജോണി ആന്റണി ഒരുക്കിയ മാസ്റ്റേഴ്സിലെ മോനച്ചൻ എന്ന അച്ഛൻ കഥാപാത്രവും അതുപോലെ ഒന്ന് തന്നെ. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ലോനപ്പൻ ചിരിപ്പിച്ചാണ് വന്നതെങ്കിലും ഒരൊറ്റ സീനിൽ ഒരുപാട് കരയിപ്പിച്ചാണ് മടങ്ങിയത്. സ്വന്തം മകന് വേണ്ടിയുള്ള ശവപ്പെട്ടിക്കായുള്ള തിരച്ചിലും പിന്നീടുള്ള പൊട്ടിക്കരച്ചിലും സലിം കുമാറിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമായി വിലയിരുത്തപ്പെട്ടു. അധികം വൈകാതെ തന്നെ ക്യൂൻ എന്ന ചിത്രത്തിൽ അഡ്വക്കേറ്റ് മുകുന്ദൻ എന്ന വക്കീലായി വന്ന് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചതും നാം ഓർക്കണം. സലിം കുമാർ വിടവാങ്ങുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല, കരയിപ്പിച്ച കഥാപാത്രങ്ങളും ആ നടന്റെ അഭിനയ പാടവം ഏതു തലത്തിലുള്ളതാണെന്ന് മലയാളം എന്നും ഓർക്കും. വിട സലിം കുമാർ.